ഹായ് ഓൾ, വെൽക്കം ടു എക്സാം ലേണിംഗ്. അപ്പോൾ നമ്മൾ ഐഡന്റിറ്റീസ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ഓൺ എക്സാമിന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. യെസ്, ലുക്കിംഗ് അറ്റ് ദ പാറ്റേൺ. സോ ഈ പാറ്റേൺ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക. എന്നിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? യൂഷ്വലി വി ആർ കാൽക്കുലേറ്റിംഗ് ദ സ്ക്വയർ ഓഫ് എ നമ്പർ ബൈ മൾട്ടിപ്ലൈങ് എ നമ്പർ വിത്ത് ദ സെയിം നമ്പർ. ഒരു നമ്പറിനെ ആ നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ സ്ക്വയർ സാധാരണ കണ്ടുപിടിക്കുക. 2 square 2 into 2 4 ആണ് നമുക്കറിയാം. യെസ്, ബട്ട് ഹിയർ അനദർ മെത്തേഡ് ഈസ് അപ്ലൈഡ് ടു ഗെറ്റ് ദ സ്ക്വയർ ഓഫ് എ നമ്പർ. ഈ മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടും നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കാം. യൂസിങ് ദിസ് മെത്തേഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓഫ് ദി ഫോളോയിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് നോക്കാം. സോ 5 square എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു മെത്തേഡ് നോക്കുക. 2 square = 1 square plus 1 plus 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ 2 എന്നുള്ള നമ്പർ ഉണ്ട്, അതിന് തൊട്ട് മുന്നേ നമ്പർ എടുക്കുക, അത് 1 ആണ്. 1ന്റെ സ്ക്വയർ പ്ലസ് 1 പ്ലസ് പഴയ 2ന്റെ അതേ നമ്പർ കൊടുക്കുക. എന്ന് വെച്ചാൽ ഇവിടെ 4ന്റെ സ്ക്വയർ വെക്കുക, അതിൻ്റെ തൊട്ട് മുന്നേ നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക, പ്ലസ് അതേ നമ്പർ എടുക്കുക, എന്നിട്ട് പഴയ നമ്പർ വീണ്ടും എടുക്കുക. സോ ഇതാണ് നമ്മുടെ മെത്തേഡ് വരാൻ പോകുന്നത്. ഇതിന് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോ 5 square ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 5 squareന്റെ വാല്യൂ നോക്കാം. യെസ്, സോ എ ഓപ്ഷൻ നോക്കുക, 5 square. 5 square ഇതിന് എങ്ങനെ എഴുതാം? 4 square ഉണ്ട്, അപ്പോൾ അതിൻ്റെ 3 ആക്കി മാറ്റി എഴുതി. 4ന്റെ 1 മൈനസ് ചെയ്ത് 3 എടുത്തു. ഇവിടെ അതേമാതിരി നമ്മൾ അപ്ലൈ ചെയ്താൽ 5 square = 4 square പ്ലസ് ബാക്കി എന്താ വരിക? അതേമാതിരി 4നെ ഒന്നും കൂടി എഴുതുക. 4നെ ഒന്നും കൂടി എഴുതുക പ്ലസ് 5. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിതിനെ എഴുതുക. സോ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 5 square = 4 square പ്ലസ് 4 പ്ലസ് 5 എന്ന് മാറ്റി എഴുതാൻ പറ്റും. ഇനി നമുക്ക് ബി ഓപ്ഷൻ നോക്കാം. ഇതെന്താ വരിക? 7 square പ്ലസ് 7 പ്ലസ് 8. 7 square പ്ലസ് 7 പ്ലസ് 8. ഇത് നമ്മൾ നേരത്തെ ചെയ്തതിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, അത് 8 square. കാരണം 8 squareനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, അതിൻ്റെ തൊട്ട് മുന്നേ നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് അതേ നമ്പർ പ്ലസ് പഴയ നമ്പർ. ഓക്കെ, സോ ഇത് 8 square ആണെന്നാണ് മീനിങ്. ഇനി നമുക്ക് സി ഓപ്ഷൻ നോക്കാം. 21 square = 20 square പ്ലസ് 20 പ്ലസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 21 square എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? തൊട്ട് മുന്നേ നമ്പർ എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, പ്ലസ് അതേ നമ്പർ എഴുതുക, പ്ലസ് പഴയ നമ്പർ എഴുതുക. സോ ഇവിടെ എന്താ ലാക്കി ആയിട്ട് വരുന്നത്? ഇവിടെ 21 ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം, ഡി ഓപ്ഷൻ. ഇത് ജനറലൈസ്ഡ് ഫോമാണ്. യെസ്, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഒരു നമ്പർ ഉണ്ട് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു എന്തായിരിക്കും? ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്പർ, എക്സ് പ്ലസ് 1ന് തൊട്ട് മുന്നേ നമ്പർ വരാൻ പോകുന്നത് എക്സ് ആയിരിക്കും. സോ എക്സ് സ്ക്വയർ പ്ലസ് ബാക്കി എന്താ വരിക? ഈ നമ്പർ തന്നെ എടുക്കുക, അതിനോട് ഈ നമ്പർ അങ്ങ് ആഡ് ചെയ്യുക, എക്സ് പ്ലസ് 1. സോ ഇതാണ് നമ്മുടെ ആൻസർ വരാൻ പോകുന്നത്. ഈ ക്വസ്റ്റിന് ആൻസർ ഇതായിരിക്കും വരാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പാറ്റേൺ ഒന്ന് അനുസരിച്ച് പോയാൽ മതി. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. വാട്ട് ഷുഡ് ബി ആഡഡ് ടു 7 square plus 1 to get 7 plus 1 whole square? സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ 7 square plus 1 square. 7 square plus 1 square ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 7 square 49 ആണ്, പ്ലസ് 1 square ആഡ് ചെയ്താൽ നമുക്ക് 1 തന്നെ കിട്ടുക, 2 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 50 കിട്ടും. ഓക്കെ, യെസ്, 50 കിട്ടും. ഇനി നമുക്ക് 7 plus 1 whole square ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് കിട്ടുക 7 plus 1 whole square എന്താ നമുക്കറിയാം, അത് 8 square ആണ്. 8ന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് 64 ആയിരിക്കും കിട്ടുക. സോ ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് ഇത് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം 15ന്റെ കൂടെ ഒരു 14 ആഡ് ചെയ്താലാണ് നമുക്ക് 64 കിട്ടുക. എന്ന് വെച്ചാൽ 50 പ്ലസ് 14 ആഡ് ചെയ്താലാണ് നമുക്ക് 64 കിട്ടുക. വിച്ച് മീൻസ് ഈ 50 എന്ന് വെച്ചാൽ എന്താ? അത് 7 square പ്ലസ് 1 square ആണ്. അതിൻ്റെ കൂടെ 14 ആഡ് ചെയ്താൽ നമുക്ക് 64 ആയിട്ടുള്ള 7 plus 1 whole square കിട്ടുന്നതായിരിക്കും. സോ ബേസിക്കലി നമ്മൾ ഈ ഒരു സംഭവമാണ് അവിടെ ആഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. സോ 7 square plus 1 squareൻ്റെ കൂടെ 14 ആഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. എന്താണ് ഈ 14 എന്നുള്ള സംഭവം? അത് 2 into 7 ആണ്. ഓക്കെ, സോ 7 square plus 1 square plus 2 into 7 is equal to 7 plus 1 whole square. ഇതാണ് ഇതിൻ്റെ അണ്ടർലൈങ് മെത്തേഡ്. a plus b whole squareൻ്റെ മെത്തേഡാണ് ഇവിടെ വരാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. ലുക്ക് അറ്റ് ദ പാറ്റേൺ. ഓക്കെ, പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ട്. റൈറ്റ് ദ നെക്സ്റ്റ് 2 lines ഓഫ് ദി പാറ്റേൺ ആണ് ചോദിച്ചുള്ളത്. സോ ഇവിടെ നോക്കുക, 1 2 3 2 3 4 3 4 5. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? നമുക്കറിയാം, എ ഓപ്ഷൻ ഏതാ? അടുത്തത് ഫസ്റ്റ് വരാൻ പോകുന്നത് 4
പ്ലസ് 5 പ്ലസ് 6. ഓക്കെ, ഇവിടെ അടുത്ത ലൈൻ ഇങ്ങനെ വരും. ഈസിക്കൽ ടു എന്തായിരിക്കും? ഇവിടെ വരാൻ പോകുന്നതൊക്കെ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 6, അത് കഴിഞ്ഞാൽ 9, പിന്നെ 12, അടുത്ത 3ൻ്റെ മൾട്ടിപ്പിൾ എന്താ വരാൻ പോകുന്നത്? അത് 15 ആയിരിക്കും. 15 എന്ന് വെച്ചാൽ എന്താ? 3 × 5 ആണ്. സോ ഇവിടുത്തെ പാറ്റേൺ നോക്കുക, 3 × 2 ആണ് ആദ്യം വരുന്നത്, പിന്നെ 3 × 3 ആണ്, പിന്നെ 3 × 4 ആണ്, അടുത്ത് വരാൻ പോകുന്നത് 3 × 5 ആയിരിക്കും. ഇനി അടുത്ത് വരാൻ പോകുന്നത് എന്തായിരിക്കും? അത് 3 × 6 ആയിരിക്കും. അത് നമുക്ക് ആദ്യം തന്നെ എഴുതാം. ഓക്കെ, ഇനി ഇവിടെ വരാൻ പോകുന്ന നെക്സ്റ്റ് ലൈൻ എന്തായിരിക്കും? 5 പ്ലസ് 6 പ്ലസ് 7 ആയിരിക്കും. അതായത് 3 × 6 വരാൻ പോകുന്നത് 18 ആയിരിക്കും. സോ നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദി പാറ്റേൺ ആണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. നേരെ പാറ്റേൺ കാണാം, അടുത്തത് എഴുതുക, അത്രയേ ഉള്ളൂ. ഓക്കെ, 1 2 3, അടുത്ത 4 ആയിരിക്കും, പിന്നെ 5 ആയിരിക്കും. ഇവിടെ 2 3 4, പിന്നെ 5, പിന്നെ 6. ഇവിടെ 3 4 5, പിന്നെ 6, പിന്നെ 7. ആ 6ഉം 7 ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സിമ്പിളാണ്. ഇനി 99 പ്ലസ് 100 പ്ലസ് 101 ഈസിക്കൽ ടു 3 × എന്താണെന്നാണ് ചോദിച്ചത്. സോ ഇനി നമ്മൾ ഇതുവരെ പാറ്റേൺ കണ്ടു. ഇനി അതിന് എന്താ പാറ്റേൺ എന്താ മനസ്സിലാക്കാനുള്ളതെന്നാണ് നോക്കണ്ടേ. സോ ഇത് നോക്കുക, ഇത്രയും നമ്പേഴ്സ് ഇങ്ങനെ അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്കിവിടെ എന്താ കിട്ടുന്നത്? ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെയും ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെയും ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. സോ ഈ പാറ്റേൺ ഈ 3 ഇങ്ങനെ ആഡ് ചെയ്താൽ നടുവത്തെ ടേം എന്താണോ അത് × 3 ആണ് വരാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഇവിടെ 3 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന അടുത്തടുത്തുള്ള 3 നമ്പേഴ്സ് ആഡ് ചെയ്യാണ്. സോ നടുവിലുള്ള നമ്പറിൻ്റെ നേരെ × 3 ആയിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ വരാൻ പോകുന്നത്. സോ ബേസിക്കലി ഇറ്റ് മീൻസ് 99 പ്ലസ് 100 പ്ലസ് 101 ഈസിക്കൽ എന്തായിരിക്കും? 3 × മിഡിലിരിക്കുന്ന നമ്പർ, അതായത് 100 ആണെങ്കിൽ 3 × 100, അതായത് 300 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ മിഡിൽ നമ്പർ ഓഫ് 3 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് എക്സ്, വാട്ട് ഈസ് ദെയർ സം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിനൊക്കെ നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സംഭവം മൊത്തം ജനറലൈസ് ചെയ്യാം. ഇപ്രാവശ്യം നടുവിലുള്ള നമ്പറിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കാം, നടുവിലെ നമ്പറിന് എക്സ് കൊടുക്കാം. സോ അതിൻ്റെ തൊട്ടിപ്പുറത്തും നമ്പർ ഉണ്ടാവും, തൊട്ടിപ്പുറത്തും 2 സൈഡിലും 2 നമ്പേഴ്സ് ഉണ്ടാവും. അതെന്താ വരാൻ പോകുന്നത്? ഇവിടെ എക്സ് ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ നമ്പർ എന്താ വരിക? അത് x - 1 ആയിരിക്കും. ഓക്കെ, സോ എക്സ് കഴിഞ്ഞിട്ടുള്ള നമ്പർ എന്താ വരാൻ പോവുക? അത് x + 1 ആയിരിക്കും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാം കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക? -1ഉം 1ഉം കൂടി കൂട്ടിയാൽ നമുക്ക് 0 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. എക്സും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 3x ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ 0 + 3x എന്തായിരിക്കും? 3x ആയിരിക്കും. വിച്ച് മീൻസ് x - 1 + x + x + 1 = 3x. ഇതാണ് നമ്മുടെ പാറ്റേണിൻ്റെ അൾജിബ്രായിക് ഫോം വരാൻ. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ പ്രീവിയസ് ഇയർ ആയിട്ട് വന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലേക്ക് വീണ്ടും വേറൊരു വീഡിയോയിലായി കാണാം.